അപ്പോൾ ഞാനൊന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈത്തപ്പഴം ഏതുവരെ കൈ നോക്കാം. ഈത്തപ്പനയിലെ കണ്ടില്ലേ, അന്ന് കാണിച്ചേന്നും നല്ല വലിപ്പം വെച്ചില്ലേ ഇല്ലേ. ദിവസം പോകും തോറും കായ്ക്ക് വലിപ്പം കൂടെയാണ് കണ്ടില്ലേ. ഇത്തവണ ശരിക്കും കാച്ചിട്ടുണ്ട് കണ്ടോ. നമുക്ക് അടുത്ത മൂട്ടിലോട്ട് പോയി നോക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഈത്തപ്പഴമൊക്കെ ഏകദേശമൊക്കെ നല്ല വലിപ്പം വെച്ചു. ഇതൊരു 3 മാസം കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അതിനുള്ള തയ്യാറെടുപ്പിൽ വരികയാണ് കേട്ടോ. അപ്പോഴേ സീസണൊക്കെ ആവാൻ ചൂട് കൂടിക്കൊണ്ട് വരുത്തോറും നമ്മുടെ ഈ ഈത്തപ്പഴത്തിന് കായ്ക്ക് ഇത്തിരി കൂടെ വലിപ്പം വയ്ക്കും. ചൂട് സീസണിലാണല്ലോ ഈത്തപ്പഴം കഴിക്കുന്നത്. അല്ലേ, അടുത്ത ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. എന്താ ഇതൊരു മൂടാണ് കേട്ടോ. ഇതിലും ഉണ്ട് കണ്ടില്ലേ, ഇതിൽ ശരിക്കും കാച്ചിട്ടുണ്ട്. ഇതൊക്കെ മാംഗോയുടെ കൃഷിയാണ് കേട്ടോ. അടുത്തൊരു വലിയൊരു ഈത്തപ്പന മരമാണ് കേട്ടോ. എല്ലാം നല്ലോണം കാച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്തിരി കൂടെ വലിയ ഈത്തപ്പനയിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ ചെറിയ തൈര് വാരി കാച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈത്തപ്പന കൃഷിത്തോട്ടം എൻ്റെ ജോലി സ്ഥലത്താണ് കേട്ടോ, ഖത്തറിലാണ്. ഇവിടെ മാംഗോകളൊക്കെ നല്ല കാച്ചിട്ടുണ്ട്. ഇതൊക്കെ മാംഗോ തൈയാണ് കേട്ടോ. മാംഗോ ആണ്. ഓക്കെ, പിന്നെ വേറെ ഉണ്ട് ഇവിടെ ഐറ്റംസൊക്കെ വേറെ ഒരുപാടുണ്ട്. അത്തിപ്പഴത്തിൻ്റെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അത്തിപ്പഴം ചെടിയൊക്കെ, ഇത് ബർബറി, ഇതൊക്കെ നേരത്തെ വീടിയിട്ടുണ്ട്. ബർബറി ഒരുപാടൊക്കെ തൊഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, എല്ലാം തറയിൽ തൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒത്തിരി വലുതാണ് കേട്ടോ, വലിയ ഈത്തപ്പഴം മരമാണ് കണ്ടില്ലേ. ഇത് കോണി വെച്ചാണ് കയറുന്നത് കേട്ടോ, അത്ര വലിപ്പമാണ് വലുത്. ഇതൊക്കെ തൈയാണ്. ഇതൊക്കെ കാച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ടൊക്കെ അടത്തെടുക്കാം. ഇത് ഏണി വെച്ച് കയറണം, അത്ര വലുതാണ് കണ്ടില്ലേ. അത്ര പൊക്കം നോക്കിയേ. ഇതൊക്കെ തൈയാണ് കണ്ടില്ലേ, അതൊക്കെ തൈയാണ് കണ്ടില്ലേ.